ഇടതുവശത്ത് കാണുന്നത് മേട്ടുപ്പാളയം ഊട്ടി മൗണ്ടൻ റെയിൽവേ ട്രാക്ക് നീലഗിരി ജില്ലയിലെ കുണ്ണൂരിലാണ്. ഊട്ടിയിലേക്ക് പോയാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ടിംഗ്, ഡോഡാബെട്ട പീക്ക്, ആവലാഞ്ചി, റോസ് ഗാർഡൻ എന്നിങ്ങനെ ധാരാളം സ്ഥലങ്ങൾ. കുണ്ണൂരിലാണെങ്കിലോ സിംസ് പാർക്ക്, ഡോൾഫിൻ നോസ്, കാതറിൻ ഫാൾസ്, അല്പം ദൂരം സഞ്ചരിച്ചാൽ കോടനാട് വ്യൂ പോയിൻ്റ് എന്നിങ്ങനെ സ്ഥിരം കാഴ്ചകൾ. എല്ലാം മനസ്സിനും ശരീരത്തിനും സുഖം പകരുന്ന അന്തരീക്ഷം. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രയാണം കുണ്ണൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് എവിടേക്ക് പോകാമെന്ന് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ കണ്ട പേരാണ് നോൺ സച്ച് എസ്റ്റേറ്റ്, മഞ്ഞ് പുതച്ച ഒരു ഗ്രാമം എന്നറിയുന്നു. നോൺ സച്ച്, ആ പേരാണ് എന്നെ ആകർഷിച്ചത്. കുണ്ണൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന വഴിയിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തേക്ക് തിരിഞ്ഞാൽ മാഞ്ചൂർ എന്ന മറ്റൊരു മനോഹര ഗ്രാമത്തിലേക്ക്, കുന്ദ താലൂക്ക് ആസ്ഥാനത്തിലേക്ക് പോകുന്ന വഴി. കുറേ നേരമായി ഈ ഓട്ടോറിക്ഷ സൈഡ് തരാതെ അതിവേഗതയിൽ എൻ്റെ മുമ്പിൽ. വളവുകളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്, പക്ഷെ വേറെ വഴിയില്ല. വീണ്ടും 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നോൺ സച്ച് 5 കിലോമീറ്റർ, ഇടത്തോട്ട് വഴി ഇവിടെ തിരിയും. നേരെ 26 കിലോമീറ്റർ പോയാൽ കുന്ദ എന്ന നീലഗിരിയിലെ മറ്റൊരു മനോഹരമായ താലൂക്കാസ്ഥാനം. റോഡിൻ്റെ വശങ്ങളിൽ ചുവന്ന ഇലകളോടുകൂടിയ പോയിൻസെറ്റിയ എന്ന ചെറിയ വൃക്ഷം ധാരാളം കാണാം. പുതിയ ഇലകൾ ഉണ്ടാകുമ്പോൾ ചുവന്ന നിറമാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇലകളുടെ നിറം കടും പച്ചയായി മാറുന്ന വൃക്ഷം. മെക്സിക്കൻ സ്ഥാനപതിയായിരുന്ന ജോയൽ റോബർട്ട്സ് പോയിൻസെറ്റാണ് 1825 ഈ വൃക്ഷം മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിൽ എത്തിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം പോയിൻസെറ്റ് എന്നത് ഈ വൃക്ഷത്തിൻ്റെ പേരിന് പോയിൻസെറ്റിയ എന്ന പേരിൽ വന്നു. 60 സെൻറ്റിമീറ്റർ മുതൽ 4 മീറ്റർ വരെ വളരുന്ന ഈ പോയിൻസെറ്റിയ വിദേശ രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ട്രീ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു. അവർണ്ണനീയം. അല്ലെങ്കിലും ഹിൽ സ്റ്റേഷനുകളിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി എത്ര കണ്ടാലും മതിയാവില്ല. തേയിലപ്പൊടി വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കും തോറും കടുപ്പം കൂടുന്നു എന്ന് പറയുന്നത് പോലെ കാണും തോറും ഭംഗി കൂടുന്ന ഒന്നാണ് തേയിലത്തോട്ടങ്ങൾ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണേ. ആയിരത്തി 1924 ജൂലൈയിൽ ആരംഭിച്ച നോൺ സച്ച് എന്ന ടീ പ്ലാന്റേഷനാണ് ഇവിടം മുതൽ. ഏകദേശം 100 വർഷമായി. ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് ഹുളിഗൾ എന്നാണ്.
വേനൽക്കാലത്തും വാരാന്ത്യങ്ങളിലും ബ്രിട്ടീഷുകാരുടെ വിശ്രമ സങ്കേതങ്ങളിൽ ഒന്നായിരുന്നു നോൺ സച്ച്. വർഷത്തിൽ 365 ദിവസങ്ങളിലും ശരാശരി താപനില 18 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്നു. 1872 നിർമ്മിച്ച 3 മുറികളടങ്ങിയ ഒരു പ്ലാന്റേഷൻ ബംഗ്ലാവ് ഇവിടെയുണ്ട്. ഇന്നത് നോൺ സച്ച് റിട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മേട്ടുപ്പാളയം കുണ്ണൂർ റോഡിലേക്ക് ഫേസ് ചെയ്തുള്ള ഈ റിട്രീറ്റിൽ നിന്നും കുണ്ണൂർ ടൗണും ഡൊഡാബേട്ട പീക്കും ദൂരക്കാഴ്ചയിൽ ആസ്വദിക്കാം. പഞ്ചനക്ഷത്ര നിലവാരമുള്ള ഈ താമസ സ്ഥലം ശരാശരി 5000 രൂപ ദിവസവാടകയിൽ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ സഞ്ചാരികൾക്ക് ലഭ്യമാണ്. നേരെ പോയാൽ പക്കാസുരൻ മല. ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരം. വർഷങ്ങൾക്ക് മുൻപ് ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയായിരുന്ന ഡ്രൂഗ് ഫോർട്ട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം. തമിഴ് ഭാഷയിൽ പ ഇഭ ബ ഇഭ എന്നീ 4 അക്ഷരങ്ങൾക്ക് പൊതുവായി പ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്കാസുരൻ മല എന്നത് ബഗാസുരൻ മല എന്നായിരിക്കും. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ടിപ്പുവുമായി ബന്ധപ്പെട്ട് മൈസൂറിന് പുറത്തുള്ള മിക്കവാറും എല്ലാ നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ടപ്പോൾ ഡ്രൂഗ് ഫോർട്ടും ഭാഗികമായി നശിപ്പിച്ചു. കാലാന്തരത്തിൽ പിന്നീടുണ്ടായിരുന്ന അവശേഷിപ്പുകളും നാമാവശേഷമായി. യഥാർത്ഥത്തിൽ ഡ്രൂഗ് ഫോർട്ട് എന്നൊന്നും ഇപ്പോൾ നിലവിലില്ല. ഫോർട്ട് ഉണ്ടായിരുന്ന പക്കാസുരൻ മലയുടെ മുകളിൽ 2 നിലകളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. പക്കാസുരൻ മലമുകളിൽ എത്താൻ മുൻപ് ഒരു വഴിക്ക് 5 കിലോമീറ്റർ, ഏകദേശം 1.5 മണിക്കൂർ ട്രക്കിംഗ് വേണമായിരുന്നു. ഡ്രൂഗ് ഫോർട്ട് നിലനിന്നിരുന്ന ഭാഗം ഇപ്പോൾ വനാന്തര ഭാഗമാണ്. മുൻപ് വനംവകുപ്പിൻ്റെ പാസ് വാങ്ങി സഞ്ചാരികൾ അവിടെ പോയിരുന്നു. പ്രത്യേക കാഴ്ചകളൊന്നും ഇല്ലാത്തതിനാൽ ഇപ്പോൾ സഞ്ചാരികളെ കടത്തിവിടുന്നില്ല. ഇവിടെ സ്ഥലവാസികളോട് അന്വേഷിച്ചപ്പോൾ പ്രധാന വീതിയിൽ നിന്നും ഇടതുവശം അകത്തേക്ക് 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നറിഞ്ഞു. ഈ ഗ്രാമീണ ഭംഗിയുടെ കൂടെ വ്യൂ പോയിൻറ്റിൽ നിന്നുമുള്ള കാഴ്ചകളും കാണാം. അന്തരീക്ഷം മൂടി മഴക്കാറ് പോലെ തോന്നുന്നു. പക്ഷേ മഴക്കാറല്ല, മൂടൽമഞ്ഞാണ്. എപ്പോൾ വേണമെങ്കിലും മൂടൽമഞ്ഞ് താഴേക്കിറങ്ങാം. മനോഹരമായ ടാർ റോഡ്. ചെറിയ അരുവികൾ റോഡിന് കുറുകെ ഒഴുകുന്ന ഭാഗം മാത്രം റോഡിലെ ടാർ ഇളകിയിരിക്കുന്നു. മൂടൽമഞ്ഞ് താഴേക്ക് ഇറങ്ങിത്തുടങ്ങി. അതോ ഞാൻ മുകളിലേക്ക് കയറിയതുകൊണ്ടാണോ? നമ്മളിപ്പോൾ നോൺ സച്ച് എസ്റ്റേറ്റ് ഡ്രൂഗ് ഡിവിഷനിലാണ്. തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ലയങ്ങളും ചെറിയ കുടിലുകളും കാണാം. ഒരു ചെറിയ അരുവി, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. ഈ മലയുടെ മുകളിൽ എവിടെ നിന്നാണ് ഉറവ? വീണ്ടും ജനവാസ മേഖലയിലൂടെ. മൂടൽമഞ്ഞ് മുൻപിലൂടെ കടന്നു പോകുന്നു. വനം വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡ്. ട്രക്കിംഗ് അനുവദനീയമല്ല. അതിക്രമിച്ചു കടന്നാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നു. സ്ഥലവാസിയായ ഒരാളോട് ചോദിച്ചപ്പോൾ 500 മീറ്റർ നടന്നാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, സാധാരണ എല്ലാവരും പോകാറുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് മുഖവിലയ്ക്കെടുത്ത് ഞാനും നടന്നു. ആദ്യമായി നടക്കുന്ന വഴികൾക്ക് ദൂരക്കൂടുതൽ തോന്നും. അതുകൊണ്ടാണോ അതോ ശരിക്കും 1/2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ടോ? ഏതായാലും 4 മിനിറ്റ് വേണ്ടി വന്നു. നടക്കുന്ന വഴിയിൽ കാട്ടി എന്നറിയപ്പെടുന്ന കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള വഴി. തേയിലക്കൊളുന്ത് കൊണ്ടുപോകാൻ ട്രാക്ടർ വരുന്ന വഴി. ഞാനും എൻ്റെ ഷൂസിൻ്റെ ശബ്ദവും മാത്രം. ഈ സ്ഥലത്തിൻ്റെ പേര് നോൺ സച്ച്. നോൺ സച്ചിലുള്ള ഡ്രൂഗ് എസ്റ്റേറ്റിലേക്കാണ്. എസ്റ്റേറ്റിൽ കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് നിന്നാൽ കൂണൂർ കാണാം, മേട്ടുപ്പാളയം കാണാം എന്നൊക്കെയാണ് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ഇവിടുത്തുകാർ പറയുന്നത്. ഒന്ന് കണ്ടു കളയാം. കാണാൻ സാധിക്കുമെങ്കിൽ ഒന്ന് കാണാം.
അതിനു വേണ്ടി ഞാൻ ഒരു വഴിയുണ്ട്, ഒറ്റയടി പാത, അതിലെ കൂടെ നടന്ന് ഇതിൻ്റെ മുകളിൽ നിന്നാൽ എല്ലായിടവും കാണാമെന്നാണ് പറയുന്നത്. നോക്കാം, മൂടൽമഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെട്ടു. മൂടൽമഞ്ഞാണെങ്കിൽ എന്താ പറയുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സംഭവം ശരിയാണ്, ദൈവമേ അതിഭീകരം. ഡ്രൂഗ് എന്ന സ്ഥലത്ത് BSNL ടവറിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നത് കാട്ടുപോത്തുകളുടെ വിശ്രമ സ്ഥലമാണ്. കാട്ടുപോത്തുകളൊന്നും ഇല്ല കേട്ടോ, അതാണ് ധൈര്യമായിട്ട് നിൽക്കുന്നത്. അതിശക്തമായ മൂടൽമഞ്ഞ്. ഇവിടെ ഒന്ന് താഴോട്ട് നോക്കിയാൽ ഒന്നും കാണുന്നില്ല. അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാം, താഴെയുള്ള വഴിയും കാണാം. പക്ഷേ ക്യാമറയിൽ അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടോ, ഒന്നും താഴോട്ട് കാണാനില്ല. ഇവിടെ കാണാനുള്ളത് ഒരു മൊബൈൽ ടവർ ഇരിപ്പുണ്ട്, അത്രയേ ഉള്ളൂ. ശരി, കഥയ്ക്കുന്നു കേട്ടോ, അത്രയും ദൂരം നടന്നതിൻ്റെയാ. തിരിച്ചു പോകാം, വേറെ വഴിയില്ല. ദൂരെ കാണുന്ന മഞ്ഞ് മൂടിയ മലയാണ് ബക്കാസുരൻ മല. അല്പം മുമ്പ് ഞാൻ വ്യൂ പോയിന്റിലേക്ക് നടന്ന വഴി അപകടം നിറഞ്ഞതായിരുന്നുവെന്ന് തിരികെ വന്നപ്പോഴാണ് അറിഞ്ഞത്. കാട്ടുപോത്തിൻ്റെയും കരടിയുടെയും ആവാസ കേന്ദ്രങ്ങളെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. എന്തായാലും ക്യാമറയും കയ്യിൽ പിടിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് നടന്ന എന്നെ കണ്ടപ്പോൾ കാട്ടുപോത്തും കരടിയും പാവം എന്ന് വിചാരിച്ചു കാണും. ഈ കാണുന്നത് ഡ്രൂഗ് ഗ്രാമം, നോൺസച്ച് തേയിലത്തോട്ടത്തിലെ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലം. നോൺസച്ച് എന്ന പേരിൽ UK സറേയിൽ മനോഹരമായ ഒരു പാർക്കുള്ളതായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പാർക്കിൻ്റെ പേര് വോൾസ്റ്റർ പാർക്ക് എന്നാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഇന്ത്യയിലെ സ്മാരകമായ നോൺസച്ചിലെ കാഴ്ചകൾ കണ്ട് പ്രകൃതിയുടെ സൗന്ദര്യവും മൂടൽമഞ്ഞിൻ്റെ തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഞാൻ മടങ്ങുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.